എല്ലാവർക്കും മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് തന്നിട്ട് ആ ഗ്രാഫിൽ നിന്നും വ്യത്യസ്ത പോയിന്റുകളിലെ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ലിമിറ്റും ഓരോ പോയിന്റിലെ ലിമിറ്റും ആ പോയിന്റുകളിലെ ഫംഗ്ഷൻ്റെ വാല്യൂവും എന്താണ് കിട്ടുന്നത് എന്നുള്ളതൊന്ന് പരിശോധിച്ച് നോക്കാം. ദാറ്റ് ഈസ് ദ അസ്യൂംഡ് വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ. ലിമിറ്റ് മീൻസ് ദ assumed value of a function at some points and the actual value of that function at the points. ഇത് രണ്ടും നമുക്കൊന്ന് എഴുതി നോക്കാം. ഇവിടെ നമ്മൾ കണ്ടിരുന്നത് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ അറ്റ് എക്സ് ഈക്വൽ ടു 0 the left hand limit is 1 and right hand limit is also 1. So both the left hand limit and right hand limit are same. So we can say that limit of the function at x equal to 0 is 1. Limit of the function at x equal to 0 equal to 1 means the assumed value of the function is equal to 1. Also the actual value of the function at x equal to 0 is also 1. കാരണം 0 എന്ന് പറയുന്ന പോയിന്റിലും ഫംഗ്ഷൻ്റെ വാല്യൂ 1 തന്നെയാണ്. അപ്പോൾ ആക്ച്വൽ വാല്യൂ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? ദാറ്റ് ഈസ് എഫ് ഓഫ് 0 ഈക്വൽ ടു 1 എന്ന് കിട്ടും. ആക്ച്വൽ വാല്യൂ അതുപോലെ അസ്യൂംഡ് വാല്യൂ ഇത് രണ്ടും സെയിം തന്നെയാണ്. ഇനി രണ്ടാമത്തെ കേസ് എടുത്ത് നോക്കാം. അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്തായിരുന്നു? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ്. 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് കിട്ടുന്നത് 2 ആണ്. 2 ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതോ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് 1 പ്ലസ് എഫ് ഓഫ് എക്സ് ഈസ് ഓൾസോ ഈക്വൽ ടു 2. സോ ദ ലിമിറ്റ് ഓർ ദ അസ്യൂംഡ് വാല്യൂ ഓഫ് എഫ് അറ്റ് എക്സ് ഈക്വൽ ടു 2 ഈസ് ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 എഫ് ഓഫ് എക്സ് equal to extending to 1 f of x equal to 2. ഇനി അവിടുത്തെ അസ്യൂംഡ് വാല്യൂ 2 ആണ്. ശരിക്കും 2 എന്ന് പറയുന്ന ഫംഗ്ഷൻ പോയിന്റിൽ 1 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ അവിടെ ഡിഫൈൻഡ് ആണോ? ഇവിടെ കാണുന്നത് ഹോളാണ്. പക്ഷേ 1 എന്ന് പറയുന്ന പോയിന്റിൽ ഇവിടെ ഫംഗ്ഷൻ ഒരു ഡോട്ട് കാണുന്നുണ്ട് 1. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണെന്നാണ് കാണാൻ പറ്റുക. ദാറ്റ് മീൻസ് എഫ് ഓഫ് 1 ഈക്വൽ ടു 1 എന്നാണ് നമുക്കിവിടെ പറയാൻ പറ്റുക. That means the actual value of the function at x equal to 1 is 1, but the assumed value of f of x or assumed value of f at x equal to 1 is equal to 2. ഇനി ഒരു കാര്യം കൂടെ നോക്കാം. 2 എന്ന് പറയുന്ന പോയിന്റിലെ കാര്യം കൂടെ നമുക്ക് പരിശോധിച്ച് നോക്കാം. അറ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ്. 2 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇവിടെ 1 എന്ന് പറയുന്ന പോയിന്റിന് നേരെയാണ് ഫംഗ്ഷൻ വരുന്നത്. സോ ദ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു 1 ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇപ്പോൾ 2 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ്റെ വാല്യൂ ഇങ്ങനെ ഇങ്ങനെ മുകളിലേക്കാണ് പോകുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആണ്. അതായത് 2 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് കിട്ടുന്നത് 1 എന്നും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കിട്ടുന്നത് 2 എന്നുമാണ്. അതുകൊണ്ട് ലിമിറ്റ് ഓർ ദ അസ്യൂംഡ് വാല്യൂ ഈസ് നോട്ട് എക്സിസ്റ്റ്. അവിടെ അസ്യൂംഡ് വാല്യൂ ഇല്ല എന്ന് അവർ പറയുക. നോ ലിമിറ്റ്. സോ ഫംഗ്ഷൻ ഹാസ് നോ ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 2. പക്ഷേ 2 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ ഡിഫൈൻഡ് ആണോ? 2 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? 2 ആണ്. കേട്ടോ, 2ന് നേരെയുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ ഇവിടെ 2 ആണ് നമുക്ക് കിട്ടുക. സോ എഫ് ഓഫ് 2 ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഇനി ഒരു പോയിന്റ് കൂടെ നമുക്ക് പരിശോധിച്ച് നോക്കാം. 3 ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ്. 3 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങോട്ട് പോകുന്നതോറും ഫംഗ്ഷൻ്റെ വാല്യൂ ഇങ്ങോട്ട് വരുന്നത് 1ലേക്കാണ്. സോ 1 ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമ്മളിങ്ങനെ പറഞ്ഞത് 1 തന്നെയാണ്. സോ ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 3 ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1. That is the assumed value of f at x equal to 3 is 1. Then what about the actual value at x equal to 3? The function has no value. കാരണം ഗ്രാഫിൻ്റെ അവിടെ ഒരു ഹോളാണ് കാണുന്നത്. അവിടെ നമുക്ക് ഫംഗ്ഷന് വാല്യൂ ഇല്ല. നമ്മൾ പറയും നോ ആക്ച്വൽ വാല്യൂ.
ആക്ച്വൽ വാല്യൂ ഈസ് നോട്ട് ഡിഫൈൻഡ്. കണ്ട, ഇനി ഈ 1, 2, 3, 4 കാര്യങ്ങളാണ്, 4 പോയിന്റുകളാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരുന്നത്. ഈ 4 കാര്യങ്ങളിൽ നിന്ന് കിട്ടിയ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അതായത് ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് പരിശോധിച്ച് കഴിഞ്ഞാൽ കണ്ട, 0 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷന് ബ്രേക്ക് ഒന്നുമില്ല. ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഫംഗ്ഷൻ്റെ വാല്യൂ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 0 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ്റെ ഗ്രാഫിന് ബ്രേക്ക് ഒന്നുമില്ല. ദാറ്റ് മീൻസ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ഇനി അടുത്ത ഒരു പോയിന്റ് എടുത്ത് നോക്കാം. 1 എന്ന് പറയുന്ന പോയിന്റ് എടുത്ത് നോക്ക്. 1 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷന് ഒരു ബ്രേക്ക് ഉണ്ട്, ഗ്രാഫിലൊരു ബ്രേക്ക് ഉണ്ട്. ഗ്രാഫിലൊരു ബ്രേക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂവിൽ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സാധാരണ പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗത്ത് നിന്നും ചെറിയൊരു വ്യത്യാസം ഫംഗ്ഷൻ്റെ വാല്യൂവിന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്, അവിടെ ബ്രേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കണ്ടോ, ഇവിടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ 2-ലേക്കാണ് വരേണ്ടത്, പക്ഷേ ആ 2-ൽ നിന്നും ഒരു ബ്രേക്ക് വന്നിട്ട് ഫംഗ്ഷൻ്റെ വാല്യൂ അവിടെ എത്രയാണ്, 1 ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി എക്സ് ഈക്വൽ 2 എന്ന് പറയുന്ന പോയിന്റിൽ നോക്ക്. എക്സ് ഈക്വൽ 2 എന്ന് പറയുന്ന പോയിന്റിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ഗ്രാഫ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ 2 എന്ന് പറയുന്ന പോയിന്റ് എത്തിയ സമയത്ത് ഒരു ബ്രേക്ക് വന്നു. പിന്നെ ഫംഗ്ഷൻ്റെ വാല്യൂ തുടങ്ങുന്നത് 2 മുതലാണ്. കണ്ട, ഇവിടെ ഒരു കണ്ടിന്യൂറ്റി ഇല്ല, ഫംഗ്ഷൻ്റെ വാല്യൂവിന് ഒരു കണ്ടിന്യൂറ്റി നമുക്ക് ഇല്ല. ഇനി 3യുടെ കാര്യം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലോ, 3 എന്ന് പറയുന്ന പോയിന്റിലും ഇതുപോലെ തന്നെയാണ്. ഇങ്ങനെ വന്ന് 3 എന്ന് പറയുന്ന പോയിന്റ് എത്തുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ അവിടെ ബ്രേക്ക് ആവുകയാണ്, അവിടെ ഗ്രാഫ് ബ്രേക്ക് ആവുന്നു. ദാറ്റ് മീൻസ് ഫംഗ്ഷൻ്റെ വാല്യൂ ബ്രേക്ക് ആവുന്നു. അപ്പോൾ സാധാരണ പോയിക്കൊണ്ടിരിക്കുന്ന ഫംഗ്ഷൻ്റെ വാല്യൂ അവിടെ വെച്ചിട്ട് എന്തോ ഒരു മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദാറ്റ് മീൻസ് ദ ഫംഗ്ഷൻ is not continuous at x equal to 3. കണ്ട, പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഫംഗ്ഷൻ വാല്യൂ കണ്ടിന്യൂസ് ആയിട്ടാണോ പോയിക്കൊണ്ടിരിക്കുന്നത്, അവിടെ എവിടെയെങ്കിലും ബ്രേക്ക് ഉണ്ടോ എന്നുള്ളത് ഈ കാണുന്നത് പോലെ ലിമിറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റുക. എല്ലായ്പ്പോഴും നമുക്കിതുപോലെ ഗ്രാഫ് വരച്ചുകൊണ്ട് ഫംഗ്ഷനുകളുടെ കണ്ടിന്യൂറ്റി നമുക്ക് പറയാൻ കഴിയില്ല. ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടിന്യൂസ് ആയിട്ടാണോ പോയിക്കൊണ്ടിരിക്കുന്നത്, എവിടെയെങ്കിലും ബ്രേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഇതുപോലെ ഗ്രാഫ് വരച്ച് പറയുക എന്നുള്ളത് ചിലപ്പോഴൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അവിടെ നമ്മൾ ചെയ്യുന്നത് ഫംഗ്ഷൻ്റെ വാല്യൂവിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് കണ്ടിന്യൂറ്റി ഓഫ് ദ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഓർ ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ. ഗ്രാഫ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഫംഗ്ഷൻ്റെ വാല്യൂകളുടെ കാര്യമാണെന്നുള്ളത് ഓർത്തിരിക്കണം. ഈ ഗ്രാഫ് ഡിനോട്ട് ചെയ്യുന്നത് ഫംഗ്ഷൻ്റെ വാല്യൂകളെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് കണ്ടിന്യൂസ് ആണോ അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടിന്യൂസ് ആണോ അല്ല എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇതുപോലെ ലിമിറ്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും, കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റിൽ നോക്ക്, ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും, ദാറ്റ് ഈസ് ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്താണോ കിട്ടുന്നത് അത് തന്നെയാണ് ഫംഗ്ഷൻ്റെ ആക്ച്വൽ വാല്യൂ. ഇനി അടുത്ത കാര്യം പരിശോധിച്ച് നോക്ക്. ഫംഗ്ഷൻ്റെ ലിമിറ്റ് ഇവിടെ 2 ആണ്, പക്ഷേ ആക്ച്വൽ വാല്യൂ 1 ആണ്. അങ്ങനെ ലിമിറ്റും ആക്ച്വൽ വാല്യൂവും ഡിഫറൻ്റ് ആയതുകൊണ്ട് അവിടെ ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. നോക്ക്, എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ട ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്, പക്ഷേ അസ്യൂംഡ് വാല്യൂ 2 ആണ്. അങ്ങനെ ലിമിറ്റ് അല്ലെങ്കിൽ അസ്യൂംഡ് വാല്യൂവും ആക്ച്വൽ വാല്യൂവും ഡിഫറൻ്റ് ആണെങ്കിൽ അവിടെ ഒരു ഡിസ്കണ്ടിന്യൂറ്റിയാണ് നമുക്ക് കാണാൻ കഴിയുക. എന്ന് പറഞ്ഞാൽ അവിടെ ഫംഗ്ഷന് ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടാവും. ഇനി എക്സ് ഈക്വൽ 2 എടുത്ത് പരിശോധിച്ച് നോക്ക്. അവിടെയും അങ്ങനെ തന്നെയാണ്. ലിമിറ്റ് എന്ന് പറയുന്നത് കണ്ട, ലിമിറ്റ് അവിടെ എക്സ് ഈക്വൽ 2 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷന് ലിമിറ്റേ ഇല്ല, പക്ഷേ ഫംഗ്ഷൻ്റെ വാല്യൂ ഡിഫൈൻഡ് ആണ്. എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 2 ആണ്. ലിമിറ്റ് ഇല്ല, ആക്ച്വൽ വാല്യൂ ഉണ്ട്. ഇങ്ങനെ ലിമിറ്റ് ഇല്ലെങ്കിൽ നമുക്കവിടെ കണ്ടിന്യൂറ്റി ഇല്ല എന്ന് പറയാം. കണ്ട, ഇതുപോലെ. ഇനി ഒരു കേസും കൂടെ ഉണ്ട്. 3 എന്ന് പറയുന്ന പോയിന്റിൽ നോക്ക്. അവിടെ ഫംഗ്ഷൻ്റെ ലിമിറ്റ് 1 ആണ്, പക്ഷെ അവിടെ ഫംഗ്ഷൻ്റെ ആക്ച്വൽ വാല്യൂ ഡിഫൈൻഡ് അല്ല. അപ്പോൾ ഈ കാര്യങ്ങളിൽ നിന്നും നമുക്ക് ഈ കണ്ടിന്യൂറ്റി ഒന്ന് പറയാം. ഇവിടെ സ്റ്റാറ്റസ് ഓഫ് കണ്ടിന്യൂറ്റി. കണ്ടിന്യൂറ്റി എങ്ങനെയാണ് ഈ കാര്യങ്ങളിൽ നിന്ന് പറയുന്നത് നോക്കാം. ഇവിടെ എന്താണ്, ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് എക്സ് ഈക്വൽ 0 ഈക്വൽ ടു ദ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് എക്സ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് assumed value of f and actual value of f at x equal to 0 is same. So the function is continuous. That is, the graph of the function is continuous at x equal to 0. ഇനി അടുത്തത്, the limit of the function is equal to 2 and actual value of the function is equal to 1. That is, assumed value is not equal to actual value. That is, limit
at x equal to 1 not equal to limit f of 1. Assumed value ആക്ച്വൽ വാല്യൂവിനോട് ഈക്വൽ അല്ല എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റിൽ. സോ അവിടെ നമുക്കൊരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവും കേട്ടോ. 1-ലൊരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. ഇംപ്ലൈസ് ഫങ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1. ഇനി അടുത്തത്, ഇവിടെ ലിമിറ്റ് ഇല്ല പക്ഷേ ആക്ച്വൽ വാല്യൂ ഉണ്ട്. നോ ലിമിറ്റ് ബട്ട് ആക്ച്വൽ വാല്യൂ ഈസ് ഡിഫൈൻഡ്. അവിടെയും നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? ഡിസ്കണ്ടിന്യൂറ്റിയാണ്. ലിമിറ്റ് ഇല്ല, നമുക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ ഡിഫൈൻഡ് ആണ്. ആ കേസിലും നോ അസ്യൂംഡ് വാല്യൂ ബട്ട് ആക്ച്വൽ വാല്യൂ ഈസ് ദർ. അസ്യൂംഡ് വാല്യൂവും ആക്ച്വൽ വാല്യൂവും ഈക്വൽ ആണെങ്കിലാണ് അവിടെ കണ്ടിന്യൂറ്റി ഉണ്ടാവുള്ളൂ. അങ്ങനെ സംഗതി ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഡിസ്കണ്ടിന്യൂസ് ആണ് നമുക്ക് പറയാൻ പറ്റും. സോ വി സേ ദാറ്റ് നോ ലിമിറ്റേ ഇല്ല. സോ ഡിസ്കണ്ടിന്യൂസ് ആണ് അറ്റ് എക്സ് ഈക്വൽ ടു. ഇനി തേർഡ് പോയിന്റ് നമ്മൾ എക്സ് ഈക്വൽ ടു 3യുടെ കാര്യം പരിശോധിച്ച് നോക്കാം. 3യുടെ കാര്യത്തിൽ ലിമിറ്റ് ഉണ്ട്. അസ്യൂംഡ് വാല്യൂ ദാറ്റ് ഈസ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 3 ഈസ് ഈക്വൽ ടു 1. ബട്ട് എഫ് ഓഫ് 3 ഈസ് നോട്ട് ഡിഫൈൻഡ്. അസ്യൂംഡ് വാല്യൂ ഉണ്ട്, അതായത് ലിമിറ്റ് ഉണ്ട്, പക്ഷേ ഫങ്ഷന് വാല്യൂ ഇല്ല. നോട്ട് ഡിഫൈൻഡ്. അവിടെയും ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പോൾ എന്താണ് ഇതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഫങ്ഷന് ലിമിറ്റും ഫങ്ഷൻ്റെ വാല്യൂവും ഒരു പോയിന്റിൽ സെയിം ആണെങ്കിൽ മാത്രമാണ് അവിടെ ഫങ്ഷൻ കണ്ടിന്യൂസ് ആവുകയുള്ളൂ. ദാറ്റ് ഈസ് എ ഫങ്ഷൻ എഫ് ഈസ് സെഡ് ടു ബി കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് ഇഫ് the limit of that function at x equal to x naught is equal to the value of the function at x equal to x naught. That is, ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ, ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ ആ പോയിന്റിലെ ലിമിറ്റും ആക്ച്വൽ വാല്യൂവും ഈക്വൽ ആയിരിക്കണം. ഒന്നുകൂടെ പറയാം. ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ എഫ് ഈസ് said to be continuous at x equal to x naught if limit x tending to x naught f of x equal to f of x naught. ലിമിറ്റും ഫംഗ്ഷൻ്റെ വാല്യൂവും ഒരു പോയിന്റിൽ സെയിം ആണെങ്കിൽ മാത്രമേ കണ്ടിന്യൂസ് ആവുള്ളൂ. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആവണം. അതോടൊപ്പം തന്നെ ആ ലിമിറ്റിംഗ് വാല്യൂ നമുക്ക് ഫംഗ്ഷൻ്റെ വാല്യൂവിനോട് ഈക്വൽ ആവുകയും വേണം. അപ്പോൾ ഇതിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ബ്രേക്കായി കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല. ഒന്നുകിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റിനോട് ഈക്വൽ ആവാതിരിക്കുക, അപ്പോൾ അവിടെ ലിമിറ്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫംഗ്ഷൻ്റെ വാല്യൂവും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവ രണ്ടും ഡിഫറൻ്റ് ആണ്, അവിടെയും കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല. ഇനി ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഫംഗ്ഷൻ ആ പോയിന്റിൽ ഡിഫൈൻഡ് അല്ല, ആക്ച്വൽ വാല്യൂ ഇല്ല, അപ്പോഴും കണ്ടിന്യൂറ്റി ഇല്ല. അപ്പോൾ കണ്ടിന്യൂറ്റി ഉണ്ടാകുന്നത് എപ്പോഴാണ്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആവണം. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, ആ ലിമിറ്റ് തന്നെ ആവണം ഫംഗ്ഷൻ്റെ വാല്യൂവും നമുക്ക് പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ. അങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് തന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഗ്രാഫ് വരയ്ക്കേണ്ട കാര്യമില്ല. ഇതുപോലെ ലിമിറ്റും ഫംഗ്ഷൻ വാല്യൂവും സെയിം ആണോ നോക്കിയാൽ മതി. നമുക്കൊരു എക്സാമ്പിളും കൂടെ പറയാം. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x plus 3 for x less than or equal to and 2x minus 3 if x greater than 2 at x equal to 2 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ലിമിറ്റ് കണ്ടുപിടിക്കണം, ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് x ഈക്വൽ ടു 2 എന്ന് പറയുന്ന പോയിന്റിൻ്റെ കാര്യത്തിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 1 2, അപ്പോൾ 1 2 എന്ന് പറയുന്ന ഈ പോയിന്റുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 2 എന്ന് പറയുന്ന പോയിന്റിൻ്റെ ലെഫ്റ്റ് സൈഡിലും 2 എന്ന് പറയുന്ന പോയിന്റിലും ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്?
അവിടുന്ന് 2 മുതൽ ബാക്കോട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 2x+3 എന്നാണ്. പിന്നെ 2 അല്ലാത്ത 2ൻ്റെ അപ്പുറത്തേക്കുള്ള എല്ലാ പോയിന്റുകളിലും ഫംഗ്ഷൻ എങ്ങനെയാണ് 2x-3 എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. 2x-3 എന്ന്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 മൈനസ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാണ് 2x+3 ആണ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട ഫംഗ്ഷൻ ഏതാണ് 2x-3 ആണ്. ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് 2 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ്റെ ലിമിറ്റ് ആദ്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് അറ്റ് x=2 ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 മൈനസ് f of x. That is left hand limit. Limit extending to 2 minus f of x. That is limit extending to 2 minus. ഇവിടുത്തെ f of x എന്ന് പറയുന്നത് എന്താണ് 2ൻ്റെ ലെഫ്റ്റ് സൈഡിൽ 2x+3 എന്നാണ് നമുക്ക് ഫംഗ്ഷൻ ഉള്ളത്. 2x+3 പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. 2 ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. സോ 2 × 2 + 3 that is 4 + 3 = 7 എന്ന് കിട്ടും. 7 എന്നാണ് കിട്ടുക. ഇവിടെ ചില കുട്ടികൾക്ക് ഒരു സംശയമുണ്ട്. ഇവിടെ 2 മൈനസ് 2x+3 എന്ന് പറയുന്നിടത്ത് ചില ആളുകൾ ഇവിടെ -2 നിട്ടാളും. അത് തെറ്റാണ്. ഇവിടെ നമ്മുടെ പോയിന്റ് 2 എന്ന് പറയുന്ന പോയിന്റിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -2 മൈനസ് അല്ലെങ്കിൽ -2+ എന്ന് വന്നു കഴിഞ്ഞാലാണ് ഈ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുള്ളൂ. ഇവിടെ നമുക്ക് 2 എന്ന് പറയുന്ന പോയിന്റ് ആണ് എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കണം. ചില കുട്ടികൾ ഇത് തെറ്റ് വരുത്താറുണ്ട്. അതൊന്ന് ഓർത്തിരിക്കുക. എനിവേ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് കിട്ടിയത് 7 എന്ന് പറയുന്ന പോയിന്റാണ്. 7 എന്ന് പറയുന്ന വാല്യൂ ആണ്. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കാം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2+ f of x. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റൈറ്റിലേക്ക് ഫംഗ്ഷൻ എങ്ങനെയാണ് 2x-3 ആണ്. സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 + f of x = 2x-3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 2x-3 എന്ന് പറയുന്നിടത്ത് പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് 2 അപ്ലൈ ചെയ്ത് നോക്കാം. 2 × 2 -3 that is 4 - 3 = 1. റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ല. സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു ദ റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ലെങ്കിൽ പിന്നെ എന്താണ് ലിമിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പറയാം ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2f of x നോട്ട് എക്സിസ്റ്റ്. ലിമിറ്റ് ഇല്ല. കണ്ടിന്യൂറ്റി ഉണ്ടാകുന്നത് എപ്പോഴാണ് ഫംഗ്ഷൻ ലിമിറ്റ് ഉണ്ടാവണം, ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കണം, അത് രണ്ടും ഈക്വൽ ആയിരിക്കുകയും വേണം. ഇവിടെ ലിമിറ്റേ ഇല്ല. അതുകൊണ്ട് ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് x = 2. ഇനി ഇതുപോലെ 1-2 എക്സാമ്പിൾസും കൂടെ ഞാൻ തരാം. അത് ഒന്ന് ചെയ്ത് നോക്കുക. ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് f of x = x+5 if x <= 1 and x-5 if x greater than 1 at x = 1. ഇവിടെ കണ്ടിന്യൂറ്റി ഫംഗ്ഷന് x = 1 എന്ന് പറയുന്ന പോയിന്റിൽ അതൊന്ന് ചെക്ക് ചെയ്യുക. ഇനി f of x = x+1 if x greater than or equal to 2 and x² + 1 if x less than 2. Check the continuity at x = 2. ഈ 2 ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് ഹോംവർക്കായിട്ട് ചെയ്ത് നമ്മുടെ ക്ലാസ് റൂമിൽ അറ്റാച്ച് ചെയ്യുക. ഓക്കെ, താങ്ക് യു.